നമ്മുടെ കൊച്ചിയെപ്പറ്റി ഓർക്കുമ്പോ എന്താ മനസ്സിലേക്ക് വരുന്നത്? നല്ല കടൽക്കാറ്റും അല്ലേ? പക്ഷേ ആ കൊച്ചി ഇപ്പോ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ഒരു മാറ്റം. രാവിലെ എണീക്കുമ്പോ കാണുന്ന ആ കനത്ത പുകമഞ്ഞുണ്ടല്ലോ, അതുപോലെ നമ്മുടെ വായു മോശമാവുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദേ, ഈ കാണുന്ന നമ്പറുണ്ടല്ലോ 284. ഇതാണ് ഈയടുത്ത് കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതായത് AQI, അതിന്റെ ഏറ്റവും ഉയർന്ന നില. സത്യം പറഞ്ഞാൽ ഇത് വളരെ മോശം എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ സംഖ്യ മതി കാര്യങ്ങൾ എത്രത്തോളം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റമുണ്ടായത് വളരെ പെട്ടെന്നാ. പണ്ട് നല്ല കാറ്റും കൊണ്ട് നടന്നിരുന്ന കൊച്ചിയിലെ വൈകുന്നേരങ്ങൾ ഓർമ്മയില്ലേ? പക്ഷെ ഇപ്പോ രാവിലെ എണീക്കുമ്പോ കാണുന്നത് ശ്വാസം മുട്ടിക്കുന്ന പുകമഞ്ഞാണ്. ഇത് വെറുമൊരു കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു വലിയ അപകടത്തിന്റെ സൂചന തന്നെയാണ്. അപ്പോ കൊച്ചിയുടെ ഈ പുതിയ യാഥാർത്ഥ്യം എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് കുറച്ച് കണക്കുകളിലൂടെ ഒന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് കാര്യത്തിന്റെ ഗൗരവം ശരിക്കും പിടികിട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് PM 2.5നെ പറ്റിയാണ്. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് കയറാൻ പറ്റുന്ന അത്രയും ചെറിയ പൊടിപടലങ്ങൾ. അതിന്റെ അളവ് കൊച്ചിയിലെ വായുവിൽ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇതിന്റെ സുരക്ഷിതമായ അളവ് വെറും 10 പക്ഷെ കൊച്ചിയിൽ ഇത് 121 വരെ എത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ശ്വസിക്കുന്നത് സുരക്ഷിതമായ അളവിനേക്കാൾ 10 ഇരട്ടിയിലധികം മലിനമായ വായുവാണ്. ഇത് വളരെ വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഇതൊന്ന് കേട്ടു നോക്കൂ. കൊച്ചിയിലെ ഇപ്പോഴത്തെ വായു ശ്വസിക്കുന്നത് ഒരു ദിവസം ഏകദേശം 4.5 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു താരതമ്യമാണിത്, അല്ലേ? കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം മോശമായി ബാധിക്കുന്നുവെന്ന് ഈ ഒറ്റ വാചകം കൊണ്ട് മനസ്സിലാക്കാം. ഇത് വെറുമൊരു കണക്കല്ല, നമ്മുടെ എല്ലാം ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ എന്താവും കൊച്ചിയുടെ അവസ്ഥ? അത് മനസ്സിലാക്കാൻ നമ്മൾ അധികം ദൂരെയൊന്നും പോകേണ്ട, ഡൽഹിയിലേക്കൊന്ന് നോക്കിയാൽ മതി. ഒരു പക്ഷേ കൊച്ചിയുടെ ഭാവി എന്താകാമെന്നതിന്റെ ഒരു പേടിപ്പിക്കുന്ന നേർക്കാഴ്ചയാണ് ഡൽഹി. ഡൽഹിയിലെ അവസ്ഥയെ പലരും ഒരു എയർ പൊക്കലിപ്സ് എന്നാണ് വിളിക്കുന്നത്. അവിടത്തെ AQI എവിടെ വരെ പോയെന്നറിയോ? 500-ൽ തീരുന്ന സ്കെയിലില് 795 വരെ. മാത്രമല്ല, നഗരത്തിലെ മൊത്തം മരണങ്ങളില് 15% കാരണം ഈ വായുമലിനീകരണമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ നിന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് 8 മുതൽ 10 വർഷം വരെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോഴേ കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ കൊച്ചിക്കും ഈ ഒരു ഗതി വരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ടാകും. ചുറ്റും കടലുള്ള, എപ്പോഴും കാറ്റിടിക്കുന്ന കൊച്ചിക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് കൊച്ചി ഇങ്ങനെ ശ്വാസമുട്ടുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നോക്കൂ, കൊച്ചിയിലെ ഈ മലിനീകരണത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏകദേശം 30% വാഹനങ്ങളിൽ നിന്നുള്ള പുക തന്നെയാണ്. തൊട്ടുപിന്നാലെ 25%വുമായി വ്യവസായശാലകളുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മാണ സൈറ്റുകളിൽ നിന്നുള്ള പൊടി, നമ്മൾ അലക്ഷ്യമായി കത്തിക്കുന്ന മാലിന്യം, ഇതെല്ലാം കൂടി ചേർന്നാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, പല കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇനി ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു പ്രധാന കാരണമുണ്ട്. അതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? ചൂടുള്ള വായു ഭാരം കുറവായതുകൊണ്ട് മുകളിലേക്ക് പോകും, ഒപ്പം ഈ പൊടിയും പുകയുമൊക്കെ കൊണ്ടുപോകും. പക്ഷേ തണുപ്പുകാലത്ത് കാര്യങ്ങൾ നേരെ തിരിയും. തണുത്ത വായു താഴെയും അതിനു മുകളിലായി ഒരു ചൂടുവായുവിന്റെ പാളിയും വരും. ഈ ചൂടുവായു ഒരു അടപ്പുപോലെ, ഒരു ലിഡ് പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഈ മലിനീകരണം അടങ്ങിയ തണുത്ത വായുവിന് മുകളിലേക്ക് പോകാൻ പറ്റാതെ നമ്മുടെ നഗരത്തിൽ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെയാണ് ഈ പുകമഞ്ഞുണ്ടാകുന്നത്. ഇത്രയും കേട്ട് പേടിക്കൊന്നും വേണ്ട. ഈ അവസ്ഥയിൽ നിന്ന് ഒരു രക്ഷയില്ലേ എന്ന് തോന്നാം. പക്ഷേ രക്ഷയുണ്ട്. അതിന് നമ്മൾ നോക്കേണ്ടത് ബീജിംഗിലേക്കാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിലൊന്നായിരുന്ന ബീജിംഗ് എങ്ങനെയാണ് അവരുടെ ശുദ്ധവായു തിരികെ പിടിച്ചതെന്ന കഥ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത്. ബീജിംഗിന് വന്ന മാറ്റം ശരിക്കും അവിശ്വസനീയമാണ്. 2013 ഡൽഹിയെപ്പോലെ എയർ പോക്കലിപ്സ് എന്ന് ലോകം വിളിച്ചിരുന്ന ഒരു നഗരമായിരുന്നു ബീജിംഗ്. അന്ന് അവിടുത്തെ PM 2.5ന്റെ അളവ് 755 വരെ പോയിരുന്നു. പക്ഷേ ഇന്ന് ബീജിംഗ് അറിയപ്പെടുന്നത് അവിടുത്തെ ബ്ലൂ സ്കൈസ്, അതായത് നീലാകാശത്തിന്റെ പേരിലാണ്.
10 വർഷം കൊണ്ട് അവർ നേടിയെടുത്ത ഈ മാറ്റം നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ്. അപ്പോ എങ്ങനെയാണ് ബീജിംഗ് ഈ അത്ഭുതം സാധിച്ചത്? അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വളരെ ശക്തമായ ഒരു 5 പദ്ധതി. ഒന്നാമതായി, മലിനീകരണമുണ്ടാക്കുന്ന 2000-ഓളം ഫാക്ടറികൾ അവർ അടച്ചുപൂട്ടി. രണ്ടാമത്, വീടുകളിൽ കൽക്കരി സ്റ്റൗ ഉപയോഗിക്കുന്നത് നിർത്തി പകരം ഗ്യാസോ ഇലക്ട്രിക് ഹീറ്ററുകളോ കൊടുത്തു. മൂന്നാമതായി, പൊതുഗതാഗതം അടിമുടി മാറ്റി. മെട്രോ വലുതാക്കി ആയിരക്കണക്കിന് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കി. നാലാമതായി, കർഷകർ വിളകളുടെ വേസ്റ്റ് കത്തിക്കുന്നത് തടയാൻ അവർക്ക് സബ്സിഡി കൊടുത്തു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമങ്ങൾ ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ നടപ്പിലാക്കി. ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ പോലും അവിടത്തെ വായുവിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരുന്നു. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് അവർ ഈ വിഷയത്തെ കണ്ടത്. ഓക്കെ, ബീജിംഗിന്റെ കാര്യം കൊള്ളാം. അപ്പോ കൊച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സന്തോഷിക്കാനൊരു വകയുണ്ട്. കാരണം നമ്മൾ 0-ൽ നിന്നല്ല തുടങ്ങുന്നത്. ഈ പ്രതിസന്ധിയെ നേരിടാൻ സഹായിക്കുന്ന ചില അടിപൊളി കാര്യങ്ങൾ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോഴേയുണ്ട്. കൊച്ചിയുടെ ഈ കരുത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കൊച്ചി മെട്രോ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കാനൊരുങ്ങുന്ന ഒരു സിസ്റ്റം. പിന്നെ ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ വാട്ടർ മെട്രോ. റോഡിലെ തിരക്ക് കുറയ്ക്കാൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കേരളം ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലാണ്. പോരാത്തതിന് കവാക്കി പോലെയുള്ള കൂട്ടായ്മകൾ ചേർന്ന് നഗരത്തിൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നു. ഇതൊക്കെ വലിയ പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ്. അപ്പോ ശരിയായ ദിശയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ മുന്നിൽ പ്രശ്നമുണ്ട്. ഡൽഹി എന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. മറുവശത്ത് ബീജിംഗിന്റെയും നമ്മുടെ സ്വന്തം കൊച്ചിയുടെയും രൂപത്തിൽ പരിഹാരങ്ങളുമുണ്ട്. ഇനി കൊച്ചിയാണ് തീരുമാനിക്കേണ്ടത് ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. ശ്വാസം മുട്ടിക്കുന്ന ഡൽഹിയുടെ ഭാവിയാണോ നമുക്ക് വേണ്ടത്? അതോ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്ന ബീജിംഗിന്റെ പോലൊരു ഭാവിയാണോ? ആത്യന്തികമായി ആ തീരുമാനം നമ്മുടേതാണ്, നമ്മൾ ഓരോരുത്തരുടേതുമാണ്.